പറഞ്ഞായിരുന്നോ ആന്റി സ്റ്റെപ്പിന്ന് തള്ളിയിടാൻ? അങ്ങനെ പറഞ്ഞില്ല. എന്നാലും കുഞ്ഞാവ ചത്തുപോകുന്നതാ മോക്ക് നല്ലതെന്ന് മമ്മി പറഞ്ഞില്ലേ? ആ മമ്മി പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയാണോടാ കുഞ്ഞുവാവെ കൊല്ലുന്നേ? എന്നാലും ഞാൻ വിചാരിച്ച പോലല്ല. ഇത്തിരി ഉള്ളുവെങ്കിലും നല്ല ബുദ്ധിയാ. ഇത് മോളുടെ ബുദ്ധിയല്ല, പിന്നെ അമ്മൂമ്മയുടെയാ. അമ്മൂമ്മയും കൂടി ചേർന്നാണോ ആന്റിയെ? അയ്യോ അല്ല, പിന്നെ കുഞ്ഞാവ വയറ്റിലുള്ളണ്ടേ കാലി തന്നെ വീഴുന്നത് അപകടമാന്ന് ആന്റിയോട് അമ്മ പറയുന്ന ഞാൻ കേട്ടു. അമ്പടി, കേട്ട പാതി കേൾക്കാത്ത പാതി എന്റെ മോള് സ്റ്റെപ്പിൽ എണ്ണ ഒഴിക്കുകയും ചെയ്തു അല്ലേ? സ്റ്റെപ്പിന്നുള്ള വീഴ്ച ആയതുകൊണ്ട് കുഞ്ഞുവാവ ഇല്ലാതാവാനുള്ള ചാൻസ് കൂടുതലാ. ചത്തുപോവോ? മോൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പൊ ചത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലേ അമ്മ മോയുടെയും മോടെ ഡാഡിക്കും ഇടയില് ഇനി മറ്റൊരു കുഞ്ഞുവാവ് ഉണ്ടാവില്ല. ഇന്നത്തോടെ എല്ലാം ശുഭം. അതല്ലേ മോൾക്ക് വേണ്ടതും. എന്നാലും എനിക്ക് പേടിയാ. ഒന്ന് പോ എന്റെ ചക്കരേ. മോള് അമ്മയുടെ മോള് തന്നെയാ. നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നമ്മൾ വേദന ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ വേണം. ആരും നമ്മളെ തോൽപ്പിച്ചിട്ട് അങ്ങനെ സന്തോഷത്തോടെ കഴിയണ്ട. ഒരു ദിവസത്തെ വിശ്രമം, അത് കഴിഞ്ഞാ നാളെ രാവിലെ തന്നെ അങ്ങ് വിട്ടേക്കാം കേട്ടോ. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് സങ്കടം വേണ്ട. അമ്മയും കുഞ്ഞും പെർഫെക്റ്റ് ആണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സൂക്ഷിച്ചൊക്കെ വേണ്ട ഇറങ്ങാൻ. അത് സ്റ്റെപ്പിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു. ആരുടെ കയ്യിന്നോ എണ്ണയോ മറ്റോ അവിടെ വീണിട്ടുണ്ടായിരുന്നു. ആ ഏതായാലും വലിയൊരു ദുരന്തം ഒഴിഞ്ഞു പോയി നമുക്ക് സമാധാനിക്കാം അല്ലേ ശ്യാം? ആ സിസ്റ്റർ, ഊർമിള അടുത്ത് തന്നെ ഉണ്ടാവണം. ശരി. ആ ടെൻഷൻ അടിച്ചോണ്ട് താണ്ട് രണ്ടാൾക്കാർ നിൽക്കുന്നു. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല. സാധാരണ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീണാ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഊർമിളയുടെ കാര്യത്തില് ദൈവം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തുന്നാ തോന്നുന്നത്. എണ്ണയിൽ വഴിക്ക് വീണുന്നാ ഊർമിള പറഞ്ഞു. ആരാമ സ്റ്റെപ്പിൽ എണ്ണ എടുത്തൊഴിച്ച്? എണ്ണയോ? അതെ. എന്താ എണ്ണ നമ്മ കേട്ടിട്ടില്ലേ? അമ്മയെ വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ ശ്യാം, വീട്ടിൽ പോയി നോക്കട്ടെ, അപ്പൊ സംഭവം അറിയാമല്ലോ. എന്നാ നിങ്ങൾ രണ്ടാളും വിട്ടോ. ഊർമിളയെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യൂ. ആ ഈ ടെൻഷനിടയിൽ അമ്മൂകളുടെ കാര്യം മറന്നു. അവിടെ സമയത്ത് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എന്നാ സമയങ്ങളല്ലേ ടീച്ചറെ, നമുക്ക് പോവാം. പോകാം. ഞാൻ ഊർമിളയെ ഒന്ന് കണ്ടോട്ടെ. കണ്ടോളൂ. ശരി. എന്താ മോളെ, അമ്മൂനെ കണ്ടിട്ട് വന്ന ശേഷം നിനക്ക് ആകെ ഒരു മാറ്റം? എന്റെ മോളെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ആകെ ഹാപ്പിയായിരുന്നു. അവളുടെ ആന്റിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മരണവാർത്ത അറിയാൻ കാത്തിരിക്കുക അവള്. പക്ഷേ എന്റെ ദുഃഖം അതല്ല മമ്മി. അമ്മൂന്റെ പ്രതികരണം കണ്ട് മനസ്സ് തണുത്ത ഞാൻ നേരെ പോയത് ആ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്കായിരുന്നു. ഒക്കെ നാണം കെട്ട വർഗ. തക്ക സമയത്ത് അയാൾ കാലുമാറി. മോളെ. അതെ മമ്മി, മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛനെന്ന് അവളെ തിരിച്ചു വാങ്ങുന്നത് പാപമാണെന്ന് പറഞ്ഞത് അയാളല്ല, അയാളുടെ ഭാര്യയെ. വക്കീൽ ഫീസായി കൊടുത്ത തുകയും
അയാൾ തിരികെ ഏൽപ്പിച്ചിരിക്കുന്നു ഭാര്യയെ. അവനെ നേരിൽ കണ്ട് രണ്ടു വർത്താനം പറയായിരുന്നില്ലേ നിനക്ക്? അതിന് അയാളെ കണ്ടു കിട്ടണ്ടേ? മൊബൈല് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അറിയാം, അയാളുടെ മാറ്റത്തിന് പിന്നിൽ ആരാണെന്നറിയാം. മന്ദബുദ്ധി നടിച്ചു നടക്കുന്ന ബുദ്ധിമാൻ. കൺഗ്രാചുലേഷൻസ്. എന്നെ ശല്യം ചെയ്യുന്നതാ ഇപ്പം നിന്റെ ഹോബി, അറിയാം. പക്ഷേ ഞാൻ കുറച്ച് തിരക്കില്ല. വാഗ്വാദത്തിന് സമയമില്ല, താല്പര്യമില്ല. പണമെറിഞ്ഞ് മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ സമയമുണ്ട്, താല്പര്യവും ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നു, താൻ പ്രവർത്തിക്കുന്നു. എന്നാലും ഗായത്രി തോൽക്കില്ല. അഡ്വക്കേറ്റ് രാജീവ് കേസിൽ നിന്ന് പിന്മാറിയ അതിലും എഫിഷ്യന്റ് ആയവരെ ഗായത്രി കണ്ടെത്തും. കൈക്കൂലി വാങ്ങി പ്രൊഫഷനെ വഞ്ചിക്കാത്ത മിടുക്കന്മാരായ അഡ്വക്കേറ്റ്സിനെ. അപ്പൊ അഡ്വക്കേറ്റ് രാജീവ് കേസിൽ നിന്ന് പിന്മാറി? പിന്മാറിയതല്ല, അത് എന്നേക്കാൾ നന്നായി തനിക്കറിയാം. പക്ഷേ ഡോക്ടറെ, പണമെറിഞ്ഞ് ജയം സ്വന്തമാക്കാനാണ് ഭാവമെങ്കിൽ ഇട്ടുമൂടാൻ പണം എന്റെ പക്കലുണ്ട്. ഞാനും തുടങ്ങാൻ കളി. ചോരത്തിളപ്പ് ഒരുപാടുള്ള പെണ്ണിന്റെ കളി. കാത്തിരുന്നോ താൻ, അതിന്റെ റിസൾട്ട് എന്താകുമെന്നറിയാൻ. ഒരുപാട് വൈകി. മോൾ എന്ത് ചെയ്യണോ എന്തോ. ആ മോളെ, ആഹാരം കഴിച്ചോ മോളെ? ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചോ അമ്മൂമ്മേ? ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, നമ്മളില്ലെങ്കിലും അവൾക്ക് അവളുടെ കാര്യം നോക്കാൻ അറിയാം. മിടുക്കിയ. ആന്റി, മോളുടെ അമ്മൂമ്മയുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ആന്റിക്ക് ഒന്നും പറ്റില്ല മോളെ. കുഞ്ഞാവയ്ക്കോ? കുഞ്ഞുവാവയ്ക്ക് ഒന്നും പറ്റില്ല. ദേ നോക്കിയ ടീച്ചറെ, എണ്ണ കിടക്കുന്നേ. ഊർമിള എണ്ണ വഴിക്ക് വീണെന്ന് പറഞ്ഞപ്പോൾ താൻ ചോദിച്ചല്ലോ, ആരാ സ്റ്റെപ്പിൽ എണ്ണ കോരി ഒഴിച്ചതെന്ന്. അല്ല, ഇതെന്തിനാ ഇവിടെ? മോളെ, മോളിക്ക് വന്നേ. മോളാണോ ഇതിവിടെ കോരി ഒഴിച്ചത്? അല്ല അപ്പൂപ്പ, മോൾ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നിതാരാ? അല്ല, അബദ്ധത്തില് താനെങ്ങാനും? ഇതാ ഇപ്പൊ നന്നായേ. ഇത്രയും കാലം എനിക്ക് പറ്റാത്ത അബദ്ധം ഇനിയിപ്പൊ അവളെ തള്ളിയിടാൻ വേണ്ടി ഒന്ന് പോ മാഷേ. എന്തായാലും നല്ല വീഴ്ചയായിരുന്നു. ഒന്നും സംഭവിക്കായിരുന്നത് മഹാഭാഗ്യം. അല്ല മോളെ, ഊർമിളാണ്ടിക്കൊപ്പം മോള് മുകളിലല്ലായിരുന്നോ? എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ മോൾ ഇതിൽ ചവിട്ടിയില്ലേ? അത് പിന്നെ ആന്റി വിടുന്നത് ഞാൻ കണ്ടല്ലോ. അതുകൊണ്ടേ മോള് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ നന്നായി നോക്കിയാ ഇറങ്ങിയ അമ്മൂമ്മേ. മിടുക്കി. എവളെങ്ങാനും മൂക്ക് കുത്തി വീണിരുന്നെങ്കിൽ പൊടി പോലും കാണില്ലായിരുന്നു. ഏതായാലും വലിയൊരു ആപത്ത് ഒഴിഞ്ഞുപോയി. ദൈവാധീനം.
ആലോചിച്ച ഈ മായ ഒരു പാവ. മറ്റേതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ കേസായി, വഴക്കായി, കോടതി വിധിയായി. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ദേ, ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത ധൈര്യം താനായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട. ഇവിടെ കടിച്ചു തൂങ്ങാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക അവള്. എന്നാലും അമ്മ പണം വെച്ച് നീട്ടുമ്പോ അവളത് വാങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. 1 ലക്ഷം കൈപ്പറ്റിയ സ്ഥിതിക്ക് ബാക്കി കൂടി കിട്ടുമ്പോ അവൾ അവളുടെ പാട്ടിന് പൊയ്ക്കോളും. ഇനി താലിമാലയുടെ കാര്യത്തിലാ ഒരു തലവേദന. ശ്വാസം നിലയ്ക്കാതെ അവളത് ഊരിത്തരുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ശ്വാസം നിലച്ചിട്ടെടുക്കാം. ഇപ്പോഴും പാപം ചെയ്യാൻ നിനക്കൊരു മടിയും ഇല്ലേ? ഇങ്ങനെ സ്വന്തം നേട്ടത്തിനായി ആളെ കൊല്ലുന്ന പരിപാടി ശരിയല്ല കേട്ടോ. നിന്റെ പറച്ചില് കേട്ടാ ഞാൻ ഒരുപാട് പേരെ കൊന്നു തോന്നുമല്ലോ. എന്താ സംശയം? ഭൂതകാലത്തിന്റെ കെട്ടുകളൊക്കെ അഴിക്കണോ? വേണ്ട. അതേ സുന്ദരമായ രാത്രിയില് നമുക്കൊരു രസം കൊല്ലിയാവും. അറിയാം, ഞാനൊരു കാര്യം പറയാം. കല്യാണം ഫിക്സ് ചെയ്തു, മുഹൂർത്തം നിശ്ചയിച്ചു. ഇനി പാസ്റ്റിലേക്ക് പോകരുത്. ഒള്ളി ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ. അത് മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ. എഗ്രീഡ്. ഇനിയിപ്പോ ഭർത്താവല്ലേ, അനുസരിച്ചല്ലേ പറ്റൂ. പറ്റൂന്നല്ല, അനുസരിക്കണം. അനുസരിക്കാം. പക്ഷേ ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കരുത്. അതെനിക്കിഷ്ടമല്ല. തല കുനിക്കേണ്ടടുത്തേ ഞാൻ തല കുനിക്കും. ഭർത്താവെന്ന പോസ്റ്റിന് ഭാര്യയേക്കാൾ കുറച്ച് മുൻതൂക്കമുണ്ട് കുടുംബജീവിതത്തെ. അത് മറന്നുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. ഒപ്പം മായെപ്പോലെ ആവേയില്ല. എന്റെ സ്ഥാനത്ത് ഇനിയൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വന്നാ പിന്നെ ഞാൻ ജയിലില്ല. രണ്ടുപേരെയും കൊന്ന കൊലക്കുറ്റത്തിന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സ്വപ്നം കണ്ടത് നിന്നെയാ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് നിന്നെയാ. പിന്നെന്തിന് ഞാനിന് തലമറന്ന് എണ്ണ തേക്കണം? ഈ ജന്മത്തില് എനിക്ക് വിധിച്ച പെണ്ണ് എനിക്ക് സ്വന്തമാവുക. ഇനി നല്ലൊരു ഭർത്താവായി, നിന്റെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു അച്ഛനായി, സ്വസ്ഥം ഗൃഹഭരണം.